നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. നമ്മുടെ അന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എമ്പുരാനാണ്. എമ്പുരാൻ്റെ മൂവി റിവ്യൂ അല്ല, സത്യമാണ്. ഞാൻ ഇന്നലെ രാത്രിയാണ് പടം കണ്ടത്. അപ്പോൾ എൻ്റെ അഭിപ്രായം ചെറുതായിട്ടേ പറയുള്ളൂ. ഇപ്പം ഈ പറഞ്ഞതിൽ വലിയ പ്രസക്തി എന്നുള്ള കാര്യമല്ല. കാരണം നമ്മുടെ അഭിപ്രായം ഒരുവിധം നിങ്ങൾ ഈ മാസ് ഓഡിയൻസ് ഏറ്റെടുക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരുപാട് പേരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പടത്തിനെ കുറിച്ച് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളൊക്കെ ഈ പടം കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരിൽ മിക്സഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒരു പക്ഷേ പടം കണ്ടവരുണ്ടായിരിക്കാം, കാണാത്തവരുണ്ടായിരിക്കാം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന എമ്പുരാൻ്റെ കോൺട്രവേഴ്സിയെ കുറിച്ചാണ് കേട്ടോ. ഈ കോൺട്രവേഴ്സി എന്താണെന്നുള്ള ഒരു എല്ലാവർക്കും പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. എന്താണ് കോൺട്രവേഴ്സി ഒന്നും ഇതാക്കുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ അധികം ആൾക്കാരും ഇതിനെക്കുറിച്ച് പറഞ്ഞ് കണ്ടില്ല. അല്ലെങ്കിൽ പല ആൾക്കാരും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്തും സോഷ്യൽ മീഡിയയിൽ പറയുമ്പോഴും ഇതിനെക്കുറിച്ചുള്ള കോൺട്രവേഴ്സി നടക്കുന്ന സമയത്തും നമുക്ക് പലർക്കും മനസ്സിലായിട്ടുള്ളൊരു സംഭവമുണ്ട്. ഈ മൂവിയുടെ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി, ഏതൊരു പ്രൊഡക്റ്റ് പുറത്തിറക്കുന്ന സമയത്തും അതിൻ്റെ നിർമ്മാതാക്കൾ ചില ആൾക്കാരെ വെച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാർക്ക് തന്നെ തലയിൽ മൂളുണ്ടായിരിക്കും, അവർ വെച്ച് ചെയ്യുന്ന ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി ഉണ്ട്. ഈ എമ്പുരാൻ മൂവിക്ക് പുറകിൽ ഒരു മാർക്കറ്റിംഗ് ജീനിയസ് ഉണ്ട്. അത് പൃഥ്വിരാജാണോ, മുരളി ഗോപിയാണോ, ലാലേട്ടനാണോ, അതോ ഇനി ആരാണെന്നുള്ള അറിയില്ല. എന്താണെങ്കിലും ഈ ഒരു പടത്തിന് പുറകിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അയാൾ പടം നിർമ്മിക്കുന്നതിനേക്കാളും കൂടുതൽ ഇതിൻ്റെ പ്രൊമോഷനിലാണ് ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത്. അതായത് ഓരോ വ്യക്തിയെ കൊണ്ടും, മലയാളിയെ കൊണ്ടും, ഇന്ത്യനെ കൊണ്ടും, മലയാളികൾ മെയിനായിട്ട് ഓരോ വ്യക്തിനെ കൊണ്ടും എങ്ങനെ എമ്പുരാൻ സിനിമ കാണിപ്പിക്കണം എന്നുള്ളതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഇന്നലെ പടം കണ്ടു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് വർക്കായി, എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ചില കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പൃഥ്വിരാജും അല്ലെങ്കിൽ മുരളി ഗോപി ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഇതിൻ്റെ പടത്തിന് പുറകെ പ്രവർത്തിച്ച ആൾക്കാരൊന്നും ദൈവം ഒന്നും അല്ലാത്തത് കൊണ്ട് 100% പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാധനമൊന്നും അവർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. മനസ്സിലായോ? അത് മനസ്സിലാക്കുക. എല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പോൾ 100% ഫുൾ പ്രൂഫ് അല്ല, എന്താ പറയുക, 100% എല്ലാ തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാതെ പെർഫെക്റ്റ് ആയിട്ടുണ്ടല്ലോ, ബാലൻസ്ഡ് ആയിട്ട് എല്ലാ വിഭാഗത്തിനെയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഒരു സാധനം ഒരു മനുഷ്യനെ നിർമ്മിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പോരായികൾ ഒഴിച്ച് എമ്പുരാൻ സിനിമയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പൃഥ്വിരാജ് എൻ്റെ അളിയനുമല്ല, മോഹൻലാൽ എൻ്റെ അമ്മാവനുമല്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നമ്മൾ അതൊന്നും പോകുന്നില്ല. പക്ഷെ എനിക്ക് പടം ഇഷ്ടപ്പെട്ടവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. നിങ്ങളെ ഇഷ്ടട്ടോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ ഒഴിവാക്കാമായിരുന്നു. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം ലാസ്റ്റിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ പടത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പോസ്റ്റ് ശ്രീരാഗ് എന്ന് പറഞ്ഞുള്ള വ്യക്തി എഴുതിയത്. ഞാൻ ഈ പോസ്റ്റ് വായിക്കാനുള്ള റീസൺ എന്താണെന്നറിയോ? എനിക്ക് ഒന്നുകൂടി സുഖം അതാണ് പറഞ്ഞ് മനസ്സിലാക്കണമെന്നുള്ളത്. ഇയാൾ വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ പടം കണ്ട സമയത്ത് കാണാൻ പോകുന്നതിന് മുന്നേ എന്നോട് അതിന് ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, സ്പോയിലറായിട്ട് സ്പോയിലർ എന്ന് വേണമെങ്കിൽ, ഇനിയിപ്പോൾ സ്പോയിലർ എന്നുള്ളതിന് പ്രസക്തിയിൽ ഒരുപാട് പേര് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ എത്രയും ദിവസമായി പടം. അതിലൊരു സീനുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനാണ്. ആ ഇനീഷ്യൽ ഫസ്റ്റ് 30 മിനിറ്റ്സ് മക്കളെ മിസ്സാക്കാതെ, നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടാണ് കിട്ടണമെങ്കിൽ നിങ്ങളെ കാര്യം പോക്കെന്നല്ല, നിങ്ങൾക്ക് നല്ലൊരു അതിൻ്റെ ആ ഒരു ഈ പടത്തിൻ്റെ എസൻസ് കംപ്ലീറ്റ്, ഈ പടത്തിൻ്റെ ത്രെഡ് കംപ്ലീറ്റ് ആ ഫസ്റ്റ് 30 മിനിറ്റ്സാണ്. അത് കട്ട് ചെയ്ത് കളയാന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിൽ സ്ത്രീ വിരുദ്ധത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചില പോസ്റ്റുകളും ചർച്ചകളും കാര്യങ്ങളും കണ്ടു. പൃഥ്വിരാജ് സ്ത്രീ വിരുദ്ധത ഇനി കാണിക്കില്ല എൻ്റെ സിനിമയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നത് കേട്ടു. ശരിയാണ്, ഒരു ചെറിയൊരു പോർഷൻ ഇതിലുണ്ട്. സ്ത്രീ വിരുദ്ധതയല്ല, പണ്ട് നടന്നിട്ടുള്ള ചില കാര്യങ്ങളുടെ ലൈറ്റ് വേർഷൻ അതിൽ കാണിച്ചിട്ടുണ്ട്. ഒരു പടത്തിൻ്റെതായ രീതിയിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ സ്ത്രീയോട് കാണിച്ചിട്ടുണ്ട്. കാണുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡായി തോന്നും. എൻ്റെ വൈഫൊക്കെ ഇതൊക്കെ കണ്ണൊക്കെ പൊത്തി, കുട്ടികളെ കണ്ണൊക്കെ പൊത്തി നമ്മളിങ്ങനെ ആക്കി ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ചെറിയൊരു സീനുണ്ട്. ഓക്കെ, പോട്ടെ. അപ്പോൾ പക്ഷേ അതങ്ങനെയാണെന്ന സമയത്തും ഈ പടത്തിൽ 2 സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. ഞാൻ ഈ പോസ്റ്റ് കണ്ട സമയത്ത് ഞാൻ പോസ്റ്റ് വായിച്ച് കേൾപ്പിക്കുകയാണ്. 2 സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് ഒരു ലേഡി, ഒരു വിദേശി വനിത ഉണ്ട്. രണ്ടാമത് മഞ്ജു വാര്യർ. ആരൊക്കെ പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. എല്ലാവരും ഇതിൻ്റെ കോൺട്രവേഴ്സിയുടെ പിന്നാലെ, ലാലേട്ടൻ്റെ പിന്നാലെയും, മറ്റേ ലൂസിഫറിൻ്റെയും സ്റ്റീഫച്ചായൻ്റെയും ഇവരൊക്കെ പിന്നാലെ, സായിദ് മസൂദിൻ്റെ ഒക്കെ പുറകെ ഓടുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു വ്യക്തി, ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ് നമ്മുടെ മഞ്ജു വാര്യർ പ്ലേ ചെയ്തിട്ടുള്ള റോള്. സീരിയസ് ആയിട്ട് പ്രിയദർശിനി രാംദാസ് അല്ലേ, അതിനല്ലേ പേര്? യെസ്, പ്രിയങ്ക അല്ല, സോറി, പ്രിയദർശിനി രാംദാസ്. ഈ ഇവർ പ്ലേ അതിനല്ലേ പേര് തെറ്റിക്കഴിഞ്ഞാൽ ഏറെ കേട്ടിട്ടോ, അതിന് തോന്നുന്നു പെട്ടെന്നാണ് വന്നത്. അപ്പോൾ പ്രിയദർശിനി രാംദാസ് എന്ന് പറഞ്ഞിട്ട് ആ ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുള്ള മഞ്ജു വാര്യരുടെ ക്യാരക്ടർ വളരെ സ്ട്രോങ് ലേഡി ആയിട്ടാണ് മഞ്ജു വാര്യരെ അതിൽ പോർട്രേ ചെയ്തിട്ടുള്ളത്. രണ്ടാമത് ഒരു വിദേശി വനിത ഉണ്ട്. ആ വിദേശി വനിതയുടെ ക്യാരക്ടറും
ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ രണ്ട് ഈ എമ്പുരാനിലും അതെ, എനിക്ക് തോന്നുന്നു ഇനി L3 വരികയാണെന്നുണ്ടെങ്കിൽ അതിലും തന്നെ ഈ കഥ കംപ്ലീറ്റ്, അതായത് അബ്രഹാം ഖുറേഷി, സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോകുന്നത് 2 സ്ത്രീകളാണ്. പോസ്റ്റ് വായിക്കാം. പാവാട വാണങ്ങളായ ഡയറക്ടേഴ്സിനോടും എഴുത്തുകാരോടുമായി ആണ് എഴുത്തുകാരോടുമാണ്. സ്ത്രീ ശാക്തീകരണം കാണിക്കണമെങ്കിൽ ഇങ്ങനെ വേണം കാണിക്കാൻ. ഖുറേഷി അബ്രാം പോലെയുള്ള ഒരു അതികായന്റെ, ഒരു ആൽഫ അല്ലെങ്കിൽ ആൽമൈറ്റി ഫിഗറിന്റെ കഥ പറയുന്ന സിനിമയിൽ വൻ റേഞ്ച് പ്ലേ ചെയ്യുന്ന 2 സ്ത്രീകൾ. കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ലീഡ് ചെയ്യുന്ന പ്രിയദർശിനി രാംദാസ് നാട്ടിലെ കഥ മൊത്തം ഷോൾഡർ ചെയ്യുന്ന തന്നെ ആ കഥാപാത്രമാണ്. പിന്നെ മറ്റൊരിടത്ത് ലോകത്തെ ഏറ്റവും വലിയ 2 ശക്തികൾക്കെതിരെയുള്ള പടയെ നയിക്കുന്ന മിഷേൽ. മറ്റേ ഉദയനാണ താരത്തിലെ ജഗതിയുടെ ഡയലോഗ് ഓർമ്മ വരുന്നു, ഇങ്ങനെ വേണം സ്ത്രീ കഥാപാത്രം എഴുതാൻ. ഈ ഒരു സംഗതി ആ പടം കണ്ടവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പടം കാണാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ 2 ലേഡി ക്യാരക്ടേഴ്സിനെ നോട്ട് ചെയ്തോളൂ, വളരെ പവർഫുൾ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് ഈ ഒരു പടത്തിന്റെ പ്രൊമോഷൻ സ്ട്രാറ്റജിയിലേക്ക് വരാം. പല കാര്യങ്ങളുണ്ട്, ഈ മേജർ രവിയുടെ കേസും പോട്ടെ. സത്യം പറയട്ടെ, ഇതെന്തുകൊണ്ടാണ് ജീനിയസ് പറയാൻ കാരണം, ഇവര് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന സമൂഹം ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ വിജയത്തിന് വേണ്ടിയിട്ട്, ഈ സിനിമയിലെ പ്രൊഡ്യൂസേഴ്സിന് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് സീരിയസ് ആയിട്ട് പറയാം, നമുക്ക് അതിൻ്റെ മോണിറ്റൈസേഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ കാണുന്നവരെല്ലാവരും ഈ ഒരു ആംഗിളിൽ ചിന്തിച്ച് നോക്കോളൂ. ഇതിൽ വേറെ ഒരു സംഭവമല്ല, ഇതിൽ സംഘപരിവാർ അജണ്ട, സംഗതി ശരി തന്നെയാണ്. രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന ഒരു പടമാണിത്. ഒന്നും അറിയാതെ കയറി ചെന്ന് കഴിഞ്ഞാൽ പൊട്ടനാട്ടം കണ്ടിരിക്കുന്നവർ ഇറങ്ങി പോകേണ്ടി വരും. കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്ന് ശ്രദ്ധിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ലാഗും കാര്യങ്ങളൊന്നും, വലിയ ലാഗ്, ചെറുതായിട്ട് ലാഗൊക്കെ ഉണ്ടെങ്കിലും വലിയ ലാഗൊന്നും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യൊന്നുമില്ല. അത്യാവശ്യം നല്ല ലൊക്കേഷൻ ചേഞ്ചിങ് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് പലരും പറഞ്ഞു, എനിക്കതൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അതൊക്കെ വെച്ചാൽ അതിൽ ഇൻവോൾവ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അതിൽ അനാവശ്യമായിട്ട് തോന്നിയിട്ടുള്ളത്, എനിക്ക് 2 കാര്യത്തോട് വിയോജിപ്പുണ്ട്. അതിലൊരു രണ്ടാമത് വന്നിട്ടുള്ള ഫൈറ്റ്, ആ ഫൈറ്റ് എനിക്കൊരിക്കലും എന്ത് പറ്റിപ്പോയി തോന്നി. ഒന്ന്. രണ്ടാമത് ദീപക് ദേവിന്റെ മ്യൂസിക് ഡയറക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അങ്ങോട്ട് ഇതാക്കാൻ പറ്റില്ല. മ്യൂസിക് അല്ല, മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഈ 2 സ്ഥലം ചില സ്ഥലത്തൊക്കെ നന്നായിട്ടുണ്ട്, ചില സ്ഥലത്ത് മാളി പോയിട്ടുണ്ട്. പിന്നെ എല്ലാവരും മനുഷ്യന്മാരല്ലേ പുള്ളേ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്രേ ഉള്ളൂ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇതിൽ ഇവർ ചെയ്തിരിക്കുന്ന സംഭവം എന്താണെന്നറിയോ, കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പൃഥ്വിരാജ് എടുത്തിരിക്കുന്നത്. റിസ്ക് എടുത്താലേ വിജയത്തിന് ഉയരം കൂടുള്ളൂ, പൊട്ടുന്ന സമയത്തും താഴത്തേക്ക് വീഴും. പക്ഷെ വളരെ നമ്മുടെ നാട്ടിൽ എന്തും ചർച്ച ചെയ്യുന്ന ഒരു സംഗതിയാണ് സോഷ്യൽ മീഡിയ എന്ന്. എന്ത് ഗാർബേജും എടുത്തിട്ടിട്ട് ലെങ്തി കോൺവെർസേഷനിൽ ആൾക്കാർ ചർച്ച ചെയ്ത് സമയം കളഞ്ഞോളും. പക്ഷെ ഈ സമയം പോകുമ്പോഴും ചർച്ചയാക്കുന്ന സമയത്തും വളരുന്ന ഒരു സംഭവം ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ അവിടെ കിട്ടും, എല്ലാത്തിൻ്റെയും ഉത്തരം കിട്ടും. എന്താണ് ഈ ചർച്ച, എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്നുള്ള ഉത്തരം കിട്ടുന്നത് ആ ഒരു പ്രൊഡക്റ്റിനെ ചിന്തിക്കുക. ഇവിടെ ആ പ്രൊഡക്റ്റ് പറഞ്ഞാൽ L2E എന്ന് പറഞ്ഞിട്ടുള്ള എമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ്. ഓക്കെ, അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഒരു കോൺട്രവേഴ്സിയാണ്, അതാണ് ഗുജറാത്ത് കലാപം നടന്ന സംഗതി. നിങ്ങൾ ഡോക്യുമെൻ്ററി അല്ലല്ലോ, ഈ പടം ഡോക്യുമെൻ്ററി അല്ല, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും ഒരു പടത്തിൽ കാണിക്കാൻ പറ്റില്ല. ഇവിടുന്ന് എന്തുണ്ടായി, അതെവിടെ ഉണ്ടായി, അവിടുന്ന് ഇവിടെ ഉണ്ടായി, അപ്പോൾ ബാക്ക് റിവേഴ്സ് ബാബരി മസ്ജിദിക്കും കാര്യങ്ങൾക്കൊന്നും പോകാൻ വഴിയില്ല നമുക്ക്, മനസ്സിലായില്ലേ. പക്ഷേ ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും അജണ്ടകൾ വളരെ ക്ലിയർ ആയിട്ട് തുറന്ന് കാണിക്കുന്നുണ്ട്. BJP കാണിക്കുന്നുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് കോൺഗ്രസിന് കാണിക്കുന്നുണ്ട്, ഇടതുപക്ഷത്തിൻ്റെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട്. പക്ഷേ BJPക്ക് മാത്രമാണ് പൊള്ളിയിട്ടുള്ളത്. അവർക്ക് പിന്നെ എന്ത് കാര്യം പറഞ്ഞാലും പൊള്ളുമല്ലോ, അങ്ങനെയാണ്. അവർക്ക് പിന്നെ പൊള്ളും, എന്നിട്ട് എടുത്തിയാണ്. പക്ഷേ ഈ പൊള്ളൽ കൊണ്ട് വേറെ സംഭവിക്കുക, അത് ഈ പൊള്ളും എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇതിൻ്റെ വ്യക്തികളാണ് പുറകെ ഉണ്ടായിട്ടുള്ള മുരളി ഗോപി, പൃഥ്വിരാജ്, പിന്നെ നമുക്ക് പേരറിയാത്ത പല ആൾക്കാരും ചിലപ്പോൾ ഇതിലുണ്ടാവും, നമ്മൾ അറിയാത്തവർ. കാരണം വെച്ചാൽ ഈ കോൺട്രവേഴ്സി ഇതുപോലുള്ള സാധനം, ഗുജറാത്ത് കലാപം പോലത്തെ സാധനം ഇറക്കി കഴിഞ്ഞാൽ അത് ബിറ്റങ്ങൾക്ക് ബഹിഷ്കരിക്കുന്നുള്ള 100% ഇവിടെ എല്ലാവർക്കും അറിയാം. ഈ ബഹിഷ്കരണം കൊണ്ട് ഇതിനെ പിന്നെയും വളർച്ച വരാൻ പോവാണ്. അപ്പോൾ ഈ ഒരു കോൺട്രവേഴ്സി വരുന്നു. ഈ കോൺട്രവേഴ്സിയെക്കുറിച്ച് എന്താണെന്ന് പല ആൾക്കാർക്കും അറിയില്ല. കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യുമോ അറിയോ, ഇതിനെക്കുറിച്ചുള്ള നോളജ് അക്വയർ ചെയ്യും. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്, ഒരു കോൺട്രവേഴ്സി വരുന്ന സമയത്ത് ആൾക്കാർ ഇത് കാണാൻ തോന്നും. ഓക്കെ, അപ്പോൾ ഈ കോൺട്രവേഴ്സിയെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, എതിർക്കുന്നവരുണ്ടായിരിക്കും. ഇവർ 2 പേരുടെ അല്ലാതെ ഒരു ന്യൂട്രൽ ക്രൗഡിൻ്റെ ഇടയ്ക്ക് ഈ സാധനം സോഷ്യൽ മീഡിയ വഴി ഇത് പുഷ് ചെയ്ത് വിടും. ഈ ന്യൂട്രൽ ക്രൗഡ് ഇത് ഏറ്റെടുക്കുന്നു, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഈ ഒരു കീവേഡ്, ഈ എമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ്, കോൺട്രവേഴ്സി, ഈ ഒരു എലിമെൻറ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് ഇതിന് മൈലേജ് കൂട്ടിക്കൊണ്ടിരിക്കുക. നാനാഭാഗത്തു നിന്നും ഇതിന് മൈലേജ് കൂട്ടിക്കൊണ്ടിരിക്കും. ഇവിടെയാണ് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സംഗതി പ്ലേ ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ഒരു കോൺട്രവേഴ്സി വരുമ്പോൾ 2 ഗ്രൂപ്പുകൾ ഫോം ചെയ്യും. ഒന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ടാവും, രണ്ടാമത് ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ടാവും. ഈ 2 ഗ്രൂപ്പുകളിൽ തമ്മിൽ ചർച്ച വരുമ്പോൾ തന്നെ വലിയൊരു ചർച്ചയായി മാറുകയാണെന്ന്.
നമ്മുടെ ഇടയിൽ ഒന്നും അറിയാത്ത ആൾക്കാർ, ഇതിലൊന്നും ബാധകമല്ലാത്ത ആൾക്കാർ ഒരു ചെറിയ സിനിമയുടെ 2-3 സീനുകൾ അല്ലെങ്കിൽ 4-5 സീനിൻ്റെ പേരിൽ അങ്ങോട്ടും കൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ മുഴുവൻ കാണിച്ചില്ല എന്നുള്ളൊരു പരാതി പറയുന്നുണ്ട് എല്ലാവരും. ഈ പടത്തിൽ മുഴുവൻ കാണിച്ചില്ല, ഇതിൻ്റെ ട്രെയിൻ കത്തിക്കുന്നുണ്ട്. ഞാൻ പറയുന്നില്ല ഇതിന് മുഴുവൻ കാണിച്ചില്ല. മുഴുവൻ കാണിച്ചാൽ ചർച്ച ഉണ്ടാവില്ല. ഒന്നത് ഡോക്യുമെൻ്ററി അല്ല പോട്ടെ, അതല്ല, മുഴുവൻ കാണിച്ചാൽ ചർച്ചകൾ നടക്കില്ല. ചർച്ചകൾ നടക്കണമെങ്കിൽ അവിടെ അറ്റവും മൂലയും കാണിക്കണം. അല്ലെങ്കിൽ ഇവർക്കറിയില്ലേ, ഈ മുരളി ഗോപിക്കോ അല്ലെങ്കിൽ പൃഥ്വിരാജിനോ ബാക്കിയുള്ളവർക്ക് കാര്യങ്ങളൊക്കെ അറിയില്ല. അവർക്ക് അറിയില്ലേ, ഞാൻ പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് ആരാണെങ്കിലും അവർക്കറിയില്ല എങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നമാകുന്നുള്ളത്. അവർക്കറിയില്ല ഈ പടത്തിൽ ഇത്ര അധികം ലാഗ് ചെയ്ത് ഇവിടുന്ന് ഒരു കരിയില മാറി അങ്ങോട്ട് നേരെ അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമയം ക്രമീകരിക്കാൻ അവർക്കറിയാം. ഇതിനിടയിലൊക്കെ വേണമെങ്കിൽ ചേർക്കാം, ഫ്ലാഷ് ബാക്ക് ആക്കി കാണിക്കാം പല കാര്യങ്ങളും. അതൊക്കെ വിവരമില്ലാത്ത ആൾക്കാർ ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ട് ഇവർക്ക് എന്താ വേണ്ടത്? ഇത് സംഗതികൾ ചർച്ച ചെയ്യപ്പെടണം എന്നറിഞ്ഞുകൊണ്ട് തന്നെ മുഴുവനും കാണിച്ചിട്ടില്ല. ദാറ്റ് ഈസ് ദ പോയിന്റ്. അതാണ് ഒരു പോയിന്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു? ഇതിൽ നിന്ന് കുറേ ആൾക്കാർ ഇതിനെ ബോയ്ക്കോട്ട് ചെയ്തു. ഓക്കെ, ഈ പടത്തിനെ ബോയ്ക്കോട്ട് ചെയ്തു. അപ്പോൾ ബോയ്ക്കോട്ട് ചെയ്തത് എന്തുകൊണ്ടാണെന്നുള്ളത് രണ്ടു പേർക്കും അറിയണം. ഒന്ന്, ആ വിഭാഗത്തിൽ ഇപ്പോൾ BJP RSS ഈ ടീമിനും സംഘികൾക്കും ഇവർക്കറിയണം എന്തുകൊണ്ടാണ് ഇവരിത് ബോയ്ക്കോട്ട് ചെയ്തത് എന്നറിയണമെങ്കിൽ ഈ പടം പോയി കാണണം. അല്ലാതെ വെറുതെ ഇതാക്കണ്ടേ. കുറേ ആൾക്കാർ അങ്ങനെ ഈ പടം പോയി കാണും, ഇടിച്ചു കയറി കാണും. കാരണം ഇത് ചർച്ചയിൽ പങ്കെടുക്കണം, 4 ആളുകൾ സംസാരിക്കണം, ഇതിനെ ഒപ്പോസ് ചെയ്യണം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പടം കയറി കാണണം. അവർ കയറി കണ്ടു, എന്നിട്ട് അവർ കയറി ഇത് ഒപ്പോസ് ചെയ്തില്ല. ഓക്കെ, അപ്പം മറ്റു വിഭാഗം എന്താ ചെയ്ത്, ഇവരെന്തിനാ ഇതിനെ ഒപ്പോസ് ചെയ്യുന്നത്, എന്താ പൈലുള്ളത് എന്ന് പറഞ്ഞ് കാണണം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ എതിർ വിഭാഗം നിൽക്കുന്നവർ അവരും ഈ പടം കാണും. അപ്പം അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ബൂസ്റ്റ് പോകുന്നത്, ടിക്കറ്റ് സെയിലും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരൊറ്റ പ്രൊഡക്റ്റിൻ്റെയാണ്. ഈ പടം പൊന്തി പോകുന്നു. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ കട്ട് ചെയ്യുന്നു. ഓക്കെ, കട്ട് ചെയ്യുന്നത് എന്തിനാ എവിടെ എന്താ കട്ടുന്നൊന്നും ആരും പറയുന്നില്ല. അപ്പോൾ കട്ട് ചെയ്തോ എന്നറിയാൻ ഈ എതിർത്തവർ ചോദിക്കണം, ഞങ്ങൾ ഈ സീൻ അതിൽ ഒഴിവാക്കിയോ എന്ന് പോയി കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വീണ്ടും അതിനെ കാണാൻ പോകും. അപ്പം ബാക്കിയുള്ള ആൾക്കാർ അയ്യോ സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞ സാധനം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇടിച്ച് കയറി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ടിക്കറ്റ് ഹൗസ്ഫുള്ളായിട്ട് തിയേറ്റർ ഹൗസ്ഫുള്ളായിട്ട് പോകണം. കുറച്ച് ദിവസം ഇതാണ് വേണ്ടത്. സിനിമാ നിർമ്മാതാക്കൾക്ക് ഇതാ വേണ്ടത്. കുറേ ദിവസം ഇങ്ങനെ 10 ആളെയും 15 ആളെയും വെച്ച് ഓടിക്കണ്ട. വളരെ ചുരുങ്ങിയ സമയത്ത് മാക്സിമം ആൾക്കാരെ കയറ്റിയിട്ട് ഹൗസ്ഫുള്ളാക്കി പടം ഓടിച്ചിട്ട് മാക്സിമം കാശ് വാരുക എന്നുള്ള മാർക്കറ്റിംഗ് പ്രൊമോഷണൽ സ്ട്രാറ്റജിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. മനസ്സിലായോ? ഇതാണ് സംഭവം, എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പടത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ പടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഫൈനലായിട്ട് കേട്ടോ കുറച്ച് കാര്യം കൂടി പറഞ്ഞു നിർത്താം. പിന്നെ ഇതിൽ ഞാൻ വേറെ ഒരു ഒറ്റ കാര്യം കൂടി, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാട്ടോ. സിനിമ മിക്സർ അങ്ങനെ ഒരു ഇതിൽ വന്നിട്ടുള്ളതാണ്. മോഹൻലാലും പൃഥ്വിരാജും നമ്മളുടെ കോൺവെർസേഷനുകൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നു കേട്ടോ. മോനെ രാജു, പണ്ട് എവിടെയോ കേട്ട് മറന്ന ഒരു നുറുങ്ങ് കഥ പറയട്ടെ ഞാൻ. രാജു, ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ പറയട്ടാ. ഒരു വിദ്വാൻ 3 ദിവസം തുടർച്ചയായി ഒരേ സിനിമ കാണാൻ ഷോക്ക് പോയി. അതെന്തിനാണ് മോനെ, നീ പിടിക്കാതെ ഞാൻ മുഴുവൻ പറയട്ടെ. ഓക്കെ എങ്കിൽ പറയണ. അങ്ങനെ മോഹൻലാൽ പറയും, ലാലേട്ടൻ പറയണം. എല്ലാ ദിവസവും സിനിമയ്ക്ക് വരുന്ന അയാളെ കണ്ട് 4-ാം ദിവസം ടിക്കറ്റ് കീറാൻ നിൽക്കുന്ന ആൾ അയാളോട് ചോദിച്ചു, അല്ല എന്താണ് നിങ്ങൾ എല്ലാ ദിവസവും ഈ സിനിമ കാണാൻ വരുന്നത്? അതിനയാൾ പറഞ്ഞ മറുപടി, എടോ ഈ സിനിമയിലെ നായികയെ എനിക്ക് പെരുത്തിഷ്ടമാണ്. നായിക പുഴയിൽ കുളിക്കാൻ പോകുന്ന ഒരു രംഗമുണ്ട് ഈ സിനിമയിൽ. നമ്മൾ ആശിച്ച് മോഹിച്ച് നായികയുടെ നീരാട്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആ രംഗത്തിൽ പുഴയുടെ അടുത്തുള്ള റെയിൽ പാലത്തിലൂടെ ഒരു ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. ആ ട്രെയിൻ പോകുന്നത് നമ്മുടെ മുന്നിലൂടെ ആയതുകൊണ്ട് തന്നെ ഒന്നും തന്നെ കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 3 ദിവസവും ആ ട്രെയിൻ കൃത്യസമയത്ത് തന്നെ വന്നു. പക്ഷേ ഇന്ന് ട്രെയിൻ അരമണിക്കൂർ ലേറ്റാണെന്ന് പത്രത്തിലുണ്ട്. അതുകൊണ്ട് ഇത് ഇന്ന് മിസ്സാകൂലെന്ന് ഉറപ്പാണ്. ഇന്നും ട്രെയിൻ കൃത്യസമയത്ത് വന്നാൽ നാളെയും ഞാൻ പടം കാണാൻ വരും. രാജു, അല്ല സാർ, ഈ കഥ ഇപ്പോൾ എന്നോട് പറയാൻ കാരണം? പൃഥ്വിരാജ് ചോദിക്കണ്ട. ലാൽ പൃഥ്വിരാജ് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടെ, ഹൂവർ കേട്ടോ. നമ്മുടെ പടം റീസെൻസർ കഴിഞ്ഞു വരുമ്പോൾ എല്ലാം ശരിയായോ എന്ന് ഉറപ്പ് വരുത്താൻ ലവന്മാർ ഇരച്ചു കയറുമെന്ന് ഉറപ്പല്ലേ? കോടികൾ കുറച്ച് സംഘമായിട്ടൊഴുകും മോനെ. എൻ്റെ അണ്ണ, ഇപ്പോൾ പടത്തിൻ്റെ ഇനി 10-17 കട്ട് ഉണ്ട് എന്നങ്ങ് കാച്ചാമല്ലേന്ന്. അതായത് ഈ പടത്തിൻ്റെ 10-17 കട്ടുണ്ടെന്ന് കാച്ചാല്ലേന്ന്. ലാൽ, എല്ലാം ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ? മോൻ ധൈര്യമായിട്ട് കാച്ചിക്കോ. അത് എനിക്ക് കണക്റ്റായി ഈ സംഭവം. നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ള അറിയില്ല. ഇപ്പോൾ ചില ചാനലുകൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. ചില ചാനലുകളല്ല, കുറേ ആൾക്കാർ പറഞ്ഞിട്ട് ലാലേട്ടൻ ഇത് അറിയില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അപ്പോൾ എനിക്കൊന്ന് ഏതോ ചാനലിൽ പറഞ്ഞു കേട്ടു, അതായത് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിട്ടില്ല കട്ട് ചെയ്യാൻ,
ഞങ്ങൾ തന്നെ ഞങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി കട്ട് ചെയ്യാൻ ആവശ്യപ്പെടാം. ഇതെല്ലാം ഒരു കോൺട്രവേഴ്സിയാണ്. എല്ലാവരും ഈ കണ്ട ആൾക്കാർ കംപ്ലീറ്റ് ഈ പടത്തിൻ്റെ പുറകിൽ ഇതിപ്പോൾ അവർ അതിൽ കാണിക്കുന്ന കുറേ കബൂക നെക്സസ്, മറ്റേ ചൈനീസ് കണക്ഷൻ എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ടല്ലോ, അതുപോലെ ഈ പടത്തിൻ്റെ പുറകിൽ ഈ പുറത്തുള്ള ആൾക്കാരുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ഒരു നെക്സസ് കിടന്ന് കളിക്കുന്നുണ്ട്. വേറെ ഒരു വസ്തുവില്ല അത്. പിന്നെ ഇനി പടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പടത്തിലേക്ക് വരിക അല്ലേ, വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 30 മിനിറ്റ് ഭയങ്കര ക്രൂഷ്യലാണ്. നല്ല പടമാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടെ. എൻ്റെ വാക്കും കിട്ടും, നിങ്ങൾ പോകാൻ നിൽക്കണ്ട, നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് ഞാൻ പോകാൻ നിൽക്കണ്ട. ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ 100% പെർഫെക്റ്റ് ആയിട്ടല്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഇഷ്ടമല്ലേ അല്ലേ വെച്ചാൽ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. പക്ഷെ ഒരു കാര്യം ഇത്ര പറയുള്ളൂ, ആദ്യത്തെ 30 മിനിറ്റൊക്കെ കട്ട് ചെയ്ത് പോകാറുണ്ടെങ്കിൽ വല്ലാത്ത കഷ്ടം. പിന്നെ വേറെ കുറേ സാധനം നിങ്ങൾ ഈ പടം കണ്ടതിന് ശേഷം ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മതി. പിന്നെ വലിയൊരു സാധനം അവസാനം കിടക്കുന്നുണ്ട്. അതിൽ ലാലേട്ടൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഇവനും പ്രതികാരമുണ്ട്, ഒരു പകയുടെ എലിമെൻറ്റ് പറയുന്നുണ്ട്. എനിക്ക് ആ സാധനം ചെറുതായിട്ട് കത്തി. ഞാനതിപ്പോൾ പറയാൻ വയ്യ, കാരണം എനിക്കതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ RSSന് അഗെയിൻസ്റ്റ് ആയിട്ട് മറ്റ് മതങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് പറഞ്ഞാൽ അറിയില്ല, ക്രിസ്ത്യൻ മിഷണറീസിനെയൊക്കെ കത്തിച്ചൊരു സംഭവം നിങ്ങൾക്ക് അറിയോ? പണ്ട് ക്രിസ്ത്യൻ മിഷണറീസിലെ കുറേ ആൾക്കാരെ കത്തിച്ചില്ല, എവിടെയാണെന്ന് ഓർമ്മയില്ല. എനിക്കിപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതും ഫെർദർ പരിപാടികളിൽ വരും എന്ന് തോന്നുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഇന്ന് നമുക്ക് എന്താണ് ഇന്നിവിടെ ഈ കോൺട്രവേഴ്സി കത്തി പൊന്തിക്കണമെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ളതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയാം, അവർക്കും അറിയാം, ഇവിടെ ബാക്കിയുള്ളവർക്കും അറിയാം. വർഗീയത പറഞ്ഞ സാധനത്താണ്. ചില ഡയലോഗുകളുണ്ട്, എന്താണ് മുജെ ഹരി രംഗ് സെ നഫ്രത്ത് എന്താ പറയുക, എനിക്ക് പച്ച കളറിനോട് തന്നെ ദേഷ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ ചില ഡയലോഗ്സ് ഉണ്ട്. വെറുതെ എഴുതിയൊന്നല്ല, കോൺഗ്രസ്സുകാരെ പറ്റി പറഞ്ഞിട്ടുള്ള ഡയലോഗുണ്ട്, ഇടതുപക്ഷത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ള പഞ്ച് ഡയലോഗുകളുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവും. വെറുതെ എഴുതിയ ഒരു ഓവർനൈറ്റ് ഉണ്ടായ സാധനം എന്നല്ല, അത്യാവശ്യം നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിരിക്കുന്നു, പണിയെടുത്തിട്ടുണ്ട്. അത് കാണാനുണ്ട്, പണി അറിയുകയും ചെയ്യാം. ആ എടുത്ത പണി ഞാൻ ഇത്ര എടുത്തിട്ടുണ്ടെന്ന് പുറത്തെ ആൾക്കാരിലേക്ക് കാണാവുന്ന രീതിയിൽ എത്തിക്കാം. അതുകൊണ്ട് തന്നെ ആളറിഞ്ഞ് കളിക്കട എന്നുള്ള സംഗതി വളരെ ഇമ്പോർട്ടൻ്റാണ്. പടത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബോധവൽക്കരണം മുതലെന്ന ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. അൾട്ടിമേറ്റ്ലി ഇതൊരു ബിസിനസ്സാണ്. അതിൽ ആ പടത്തിൽ തന്നെ പറഞ്ഞ ഒരു ലേഡി ക്യാരക്ടറുണ്ട്, ഒരു പ്രായ സ്ത്രീ ക്യാരക്ടറുണ്ട്, അതും വേറൊരു സ്ത്രീയാണ്. ഒരു സ്ത്രീ ക്യാരക്ടറുണ്ട്, ഒരു പ്രായമുള്ള സ്ത്രീ ക്യാരക്ടർ, കണ്ടവർക്ക് കത്തും. അവർ പറയുന്നൊരു ഡയലോഗുണ്ട്, രാജ്നീതിനെ പറ്റിയിട്ടൊരു ഡയലോഗ്. രാജ്നീതി പറഞ്ഞാൽ രാഷ്ട്രീയം, രാജ്നീതിനെ പറ്റി ഹിന്ദിയിലൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് ഇന്ന് കാണാൻ പോകാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടവർക്ക് മനസ്സിലാവും, ഓർത്തോക്കൊണ്ട് രാജ്നീതിനെ പറ്റി ആ പടത്തിലെ ഡയലോഗ് എന്താ പറയുന്നത് എന്നുള്ളത്. രാജ്നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടമാണ് എന്നുള്ള രീതിയിൽ. അടിസ്ഥാനപരമായിട്ട് കച്ചവടമാണ്. മറ്റുള്ളവൻ്റെ പോക്കറ്റിലെ പൈസ നമ്മളെ പോക്കറ്റിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണല്ലേ, കച്ചവടമാണ്. ഇതൊക്കെ കണ്ടിട്ട് ഞാനും അതന്നെയല്ലേ ചോദിക്കണം. ശരി തന്നെയാണ്, എല്ലാവർക്കും തന്നെയാണ് കേട്ടോ. അൾട്ടിമേറ്റ്ലി എവറിത്തിങ് ഇസ് ബിസിനസ്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ പല ആൾക്കാർക്കും എതിർത്തും കാര്യങ്ങളൊക്കെ സംസാരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോക്കിൻ്റെ പരിപാടികളൊക്കെ എതിർത്തു. എന്തിനോ കുറേ പിന്നെ മക്കൾ വന്നിട്ട് എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ തെറി പറഞ്ഞു കുറേ. അത് എന്താണെന്നൊക്കെ നമുക്കറിയാം, നിങ്ങളെ ഇഷ്ടമാണ് പറയണത്. പിന്നെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ശരിയാണ്, നിങ്ങൾ കാണുന്നതുകൊണ്ട് തന്നെയാണ് ഇത് ഇതാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ തെറി പറയുന്നവൻ്റെയൊക്കെ വീട്ടിൽ വന്നിട്ടോ അവരുടെയൊക്കെ ഫാദേഴ്സിൻ്റെ ചിലവിലല്ല നമ്മൾ ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടിരുന്ന് വീഡിയോ ചെയ്യുന്നിട്ട്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ വെച്ചാൽ അങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാരോടാണ് കേട്ടോ. പറഞ്ഞോളൂ, നിങ്ങളെ നമസ്കാരം അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ കമൻറ്റുകളൊന്നും ഡിലീറ്റ് ചെയ്യാറില്ല, എല്ലാം ഓപ്പണാണ് കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട്, ബാക്കി ഞാൻ പറയാം കേട്ടോ.